അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കന ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. അല്ലാഹു പറയുകയാണ്, കല്ല, നിങ്ങൾ ചിന്തിക്കും പോലെ അല്ലടാ കാര്യങ്ങളുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയതല്ല പൊന്നുമോനെ കാര്യങ്ങളൊന്നും, നിങ്ങൾ വിലയിരുത്തിയതല്ല കാര്യങ്ങളൊന്നും. പിന്നെയോ ഇദാ ദുക്കത്തിൽ അർളു ദക്കന ദക്കാ, ഈ ഭൂമിയെ പൊടിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പൊടിയാക്കിയിട്ട് അല്ലാഹു തആല തകിടം മറിച്ചു കഴിഞ്ഞാൽ, ഇതിനെയെല്ലാം തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ, വജാഅ റബ്ബുക, നിന്റെ അല്ലാഹു ഹാജരാവുകയാണ്. പടച്ചതമ്പുരാനെന്ന നീതിമാനായ ജഡ്ജി. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, ഏറ്റവും വലിയ ഹാക്കിമായ നീതിമാനായ പടച്ചതമ്പുരാൻ അതാ അഹങ്കാരത്തോടുകൂടി പടച്ചവന്റെ കോടതിയിലേക്ക് ഹാജരാവുകയാ. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരെല്ലാവരെയും അല്ലാഹു അവിടെ ഹാജരാക്കുകയാണ്. ഒരാളും ഒന്ന് കാല് പിന്നോട്ട് വെക്കാൻ കഴിയാറ്, ആ നിലയിൽ നിന്ന് മാറാൻ കഴിയാറ്. നാലു ഭാഗത്ത് ചുറ്റുമതിലുപോലെ വൽ മലക്കു സഫൻ സഫാ, അല്ലാഹുവിന്റെ മാലാകമാര് അണിയണിയായി വരി വരിയായി നിരനിരയായി ലൈൻ ലൈനായി നിൽക്കുമ്പോ ഇതാ സഹോദരങ്ങളെ ശബ്ദം കേൾക്കുകയാണ്. നരകം കൊണ്ടുവരുന്ന ശബ്ദമാണ്. അല്ലാഹുവിന്റെ കട്ടിയാളുന്ന ഭീകരമായ ബീഭത്സമായ കഠിനമായ നരകത്തെ കൊണ്ടുവരികയാ. ആ സമയത്തനാ നരകത്തെ അല്ലാഹു കൊണ്ടുവരികയാ. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ബോധമുണരുകയാണ്. ആ സമയത്ത് നമ്മൾ പറയുകയാണ്, ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു പറയുന്നു, യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ, ആ സമയത്താണ് മനുഷ്യന് ബോധം വരിക. ആ സമയത്താണ് മനുഷ്യനെ ചിന്തിക്കുന്നത്. അല്ലാഹു ആക്ഷേപസ്വരത്തിൽ ചോദിക്കുകയാണ്, വഅന്നാ ലഹു ദിക്റാ, ഇപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോടോ? ഇപ്പൊ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചിന്തിച്ചിട്ട് വല്ല അർത്ഥമുണ്ടോ? ആ സമയത്താണ് ഒന്നാമത്തെ വിലാപം വരുന്നത്. ആ സമയത്താണ് എന്റെയും നിങ്ങളുടെയും നാവിലൂടെ ഒന്നാമത്തെ വിലാപം വരുന്നത്. അവിടെ ഞാനും നിങ്ങളും വിലപിക്കുകയാണ്, നിലവിളിക്കുകയാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, അല്ലാഹുവേ, ശരീരത്തിൽ ചൂടുണ്ടായിരുന്നപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറയുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ, എന്തെങ്കിലും ചെയ്യണമായിരുന്നല്ലോ. പടച്ചവനെ, കഴിഞ്ഞുപോയ ജീവിതകാലത്ത് ഞാൻ എന്തെല്ലാം സുഹൃതങ്ങൾക്ക് എനിക്ക് അവസരമുണ്ടായിരുന്നു, ഒന്ന് ഞാൻ ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നല്ലോ. ഒന്നാമത്തെ വിലാപം എന്റെ സഹോദരങ്ങളെ അവിടെയാണ്. ആ വിലാപത്തിന് വിഫലമാണ്, നിഷ്ഫലമാണ്, പ്രയോജനമില്ല. യാതൊരു കാരണവുമില്ലാത്ത ആ വിലാപം ഒരിക്കലും നമുക്ക് വിജയം തരികയില്ല. ആ വിലാപം കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടാവുകയില്ല. ആ വിലാപം നമ്മൾ കാലേ കോട്ടി മനസ്സിലാക്കിയിട്ട് ഭൂമി ലോകത്ത് വെച്ച് അമലുകൾ ചെയ്യലാ വേണ്ടത്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതെന്ന് പറഞ്ഞു തരുമോ നബിയെ? നല്ല അമലുകളെ എനിക്കൊന്ന് വിശദീകരിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകനെ വിശദീകരിച്ചു കൊടുത്ത അമലേതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട്. ആരാണ് അബൂദർ എന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് നന്നാകണമെന്ന് കൊതിച്ച മനുഷ്യനാണ്. ആ ഗഫാർ ഗോത്രത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാ. മുസ്ലിമായതിനു ശേഷം കടകമ്പോളങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചയാളാ. ഇനി എനിക്ക് കച്ചവടം വേണ്ട എന്ന് തീരുമാനിച്ചയാളാ. എന്റെ പ്രിയപ്പെട്ടവരെല്ലാം മുന്നേറിയിട്ട് അമലുകൾ വാരിക്കൂട്ടുമ്പോ ഈ പാവപ്പെട്ട അബൂദർ അമലുകളിൽ കുറവ് വന്നു പോയവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളെല്ലാം പൂട്ടി സീല് വെച്ചിട്ട് പള്ളിയെ ശരണമെന്ന് പറഞ്ഞിരുന്നവരാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, തിരുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമലേതാണെന്നൊന്ന് വിശദീകരിച്ചു തരുമോ? ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിലുള്ള വിശ്വാസവും ധർമ്മസമരവുമാണ്. അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ധർമ്മസമരവുമാണ് എന്ന് പറഞ്ഞാൽ ഈമാനും ജിഹാദുമാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ അർത്ഥം നമ്മളെ തെറ്റിദ്ധാരണയിൽ മൂലം കേൾക്കേണ്ട കാര്യമല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരം ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന്
പറഞ്ഞാൽ അവനവനോട് ചെയ്യുന്ന ജിഹാദാ. മാമരം കോച്ചുന്ന തണുപ്പത്തെ കിടന്നുറങ്ങുമ്പോ സഹോദരങ്ങളെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ ആ പിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആ സുബഹി നമസ്കാരത്തിന് വേണ്ടി നീ ചാടി എഴുന്നേറ്റുകൊണ്ട് വെള്ളമെടുത്ത് ഒളിവെടുക്കുമ്പോ ആ ഒളിവെടുക്കുന്നത് ഒരു ജിഹാദ് തന്നെയാ. കള്ള കുടിക്കണമെന്ന മോഹം വരുമ്പോ, പലിശ വാങ്ങണമെന്ന മോഹം വരുമ്പോ, കള്ളപ്പരങ്ങളെ പ്രചരിപ്പിക്കണമെന്ന മോഹം വരുമ്പോ, പടച്ചവനെ ഞാനിതിൽ കൂട്ടുനിൽക്കുന്നവനല്ല, എനിക്ക് മദ്യപിക്കാൻ കഴിയില്ല, എനിക്ക് പലിശ വാങ്ങാൻ കഴിയില്ല, എനിക്ക് കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. ഈ ഒരു ബോധമുണ്ടായിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നവനാരോ അത് തന്നെയാണ് പൊന്നയാണ് ജിഹാദ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ജിഹാദിന്റെ വ്യത്യസ്തമായ തലങ്ങളുണ്ട്, വിഭിന്നമായ ആശയങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും ജിഹാദിലൂടെ. ആ ജിഹാദ് തന്നെയാണ് ഏറ്റവും വലിയ അമല്, ഈമാനാണ് ഏറ്റവും വലിയ അമല് എന്ന് തന്റെ പ്രിയപ്പെട്ട ശരീരത്തിനായ അബൂദറിനെ പഠിപ്പിക്കുമ്പോ അടിമയെ മോചിപ്പിക്കുന്ന മഹത്വം മനസ്സിലാക്കിയ അബൂദർ ഇടയ്ക്ക് ചോദിക്കുകയാണ്, ഓ പ്രവാചകരെ, അടിമയെ മോചിപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കുന്ന വലിയ ആരാധനയായി കണ്ടിരുന്ന കാലമാണല്ലോ. അടിമ ചന്തയിലും മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി വെക്കുന്ന കാലമാണ്. മാമൻ ചന്തയിലെ മാർക്കറ്റിലെ കാളകളെയും മോരികളെയും വിൽക്കാൻ വെക്കുന്നത് പോലെ മനുഷ്യനെ മാർക്കറ്റിൽ കൊണ്ട് നിരത്തി നിർത്തുന്ന കാലഘട്ടത്തില് വില കൊടുത്തിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യനെ ആ മനുഷ്യനെ അടിമത്വത്തിൽ നിന്ന് ആ മനുഷ്യനെ മോചനം നൽകിയിട്ട് പറഞ്ഞു വിടുന്ന പുണ്യമായ അമലാണല്ലോ. അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂദർറേ, എന്നാ നീ ചെയ്യേണ്ടതെന്തെന്നറിയോ? ഒരു പാവപ്പെട്ടവന്റെ ജോലിയിൽ നീ ഒന്ന് സഹായം ചെയ്യാൻ കഴിയോ? ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ തൊഴിലെടുക്കുന്ന പാവപ്പെട്ടവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് കഴിയോ? അതല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത ഒരു പാവപ്പെട്ടവനെ സഹായിച്ചുകൊണ്ട് നിനക്ക് ആ പണിയെടുക്കാൻ കഴിയോ? നബിയെ, കഴിഞ്ഞാൽ ഞാനത് ചെയ്തോളാം, ഇനി അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയോ? സഹോദരങ്ങളെ, അമലുകളുടെ കൂട്ടത്തിൽ നമ്മൾ കരുതുന്ന 5 നേരത്തെ നിസ്കാരം മാത്രമല്ല, 5 നേരം പള്ളിയിലെ നിസ്കാരം മാത്രമല്ല, റമളാൻ മാസത്തിന്റെ വ്രതശുദ്ധി മാത്രമല്ല, പരിശുദ്ധമായ ഹറമിൽ ചെന്ന് പരിശുദ്ധമായ ഹജ്ജ് ഉംറയും നിർവഹിക്കൽ മാത്രമല്ല. അല്ലാഹുവിന്റെ റസൂൽ അബൂദറിനോട് പറയാണ്, നിനക്ക് അതിനും കഴിഞ്ഞില്ലെങ്കിൽ, ഒരാളെ സഹായിക്കാൻ നിനക്ക് കഴിയാതെ വന്നാൽ, അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നിനക്ക് സാധിക്കാതെ വന്നാ അയാളെ വിഷമിപ്പിക്കാതിരിക്കാൻ നിനക്ക് കഴിയോ? നിന്റെ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ചിന്ത കൊണ്ടോ നിന്റെ ഇടപെടൽ കൊണ്ടോ ഒരാളെ സങ്കടപ്പെടുത്താതിരിക്കാൻ നിനക്ക് കഴിയോ? അതെനിക്ക് കഴിയും നബിയേ. എന്നാൽ അത് ഏറ്റവും വലിയ ധർമ്മമാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, പരലോകത്ത് അല്ലാഹു ഹാജരാകുമ്പോ മലായികത്തുകൾ ചുറ്റുവട്ടത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ നരകം കൊണ്ടുവരുന്ന സമയത്ത് പടച്ചവനെ, ഭൂമി ലോകത്ത് വെച്ച് എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യ, അവിടെ പോയിട്ട് ചിന്തിക്കലല്ല പെങ്ങളെ, അവിടത്തെ വിലാപങ്ങളൊന്നും വിലാപമല്ല, അത് ഇവിടെ വെച്ച് ചിന്തിച്ചിട്ടാ മടങ്ങി പോകേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മലക്കിനെ നമ്മുടെ ചാരത്തയക്കുമ്പോ സഹോദരങ്ങളെ, നമ്മളടുത്ത് വന്നിട്ട് റൂഹിനോട് പറയുമ്പോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമക്ഷത്തിൽ വന്ന മഹാനായ മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ടല്ലെങ്കിൽ മാലാകമാരെ കടന്നു വന്നിട്ട് നമ്മുടെ റൂഹിനെ മംഗളബോധിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് നമ്മുടെ റൂഹ് പറന്നു വരുമ്പോ അതിനു മുമ്പ് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. ഒന്നും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇസ്ലാം എത്ര സുന്ദരമാണ്, ഇസ്ലാം എത്ര പ്രവിശാലമാണ് അതിന്റെ സങ്കല്പങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിനക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആരെയും വിഷമിപ്പിക്കാതിരുന്നൂടെ, ആരെയും സങ്കടപ്പെടുത്താതിരുന്നൂടെ, അത് ധർമ്മമാണ്. അങ്ങനെ അമലുകൾ ചെയ്ത് നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നിനക്ക് വിലപിക്കേണ്ടി വരൂല.
അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് നിനക്ക് വിലപിക്കേണ്ടി വരൂല. നിനക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അമലുകളൊന്നും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്ക് ആരെയും ഉപദ്രവിക്കാതിരുന്നൂടെ? എത്ര ആളുകൾക്ക് നല്ല മരണം കിട്ടി നമ്മൾ കണ്ടു. ജീവിതത്തിൽ വലിയ സുഹൃതങ്ങൾ ചെയ്ത ആളുകളൊന്നുമല്ല, കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളൊന്നുമല്ല. പലരുടെയും മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ഇമാമ് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം ഇമാമ് കൃത്യമായി ആ മയ്യത്തിന്റെ ഗതകാല ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ഇമാമായിരിക്കും. ആ ഇമാമ് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പ്രസംഗിക്കുമ്പോ പറയുന്നത് പള്ളിയിൽ അധികമായി വരുന്ന ആളൊന്നുമായിരിക്കില്ല, റമദാനിൽ കൃത്യമായി നോമ്പ് പിടിക്കുന്ന ആളൊന്നും ആകണമെന്നില്ല, ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്ത ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ജീവിതത്തിൽ ഒരാളെയും അവർ ഉപദ്രവിച്ചിട്ടുണ്ടാവൂല. അതാണ് വലിയ ധർമ്മം. അത് ചെയ്യാൻ കഴിയാത്ത ആരാ നമ്മളുടെ ഇടയിലുള്ളത്? നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല, നോമ്പ് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സക്കാത്ത് കൊടുക്കാൻ പറ്റത്തക്ക നിലയിൽ സാമ്പത്തികമായ ഏതെങ്കിലുമൊക്കെ ഉയർച്ചകൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂലേ? ആരെയും നമുക്ക് ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റൂലേ? ഇത് ഏത് ലോകത്താ നമ്മൾ ജീവിക്കുന്നത്? മനുഷ്യൻ പരസ്പരം പാരവച്ചും പരസ്പര കുഴി തോണ്ടിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് പരസ്പരം മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അബൂദർ എന്ന സഹാബിയോട് പറയുന്നു, സഹാബി വൈദ്യൻ ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞത്, ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതിരുന്നൂടെ? ആരെയും സങ്കടപ്പെടുത്താതിരുന്നൂടെ? അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒരാളെ ഉപദ്രവിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ, ആർക്കും ഒരു ഭാരമാകാതെ നമുക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു അമലാണ്. എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാമിന്റെ ആദർശം എത്ര സുന്ദരമാണ്. നമുക്ക് ഒരുപാട് വാരിക്കൂട്ടി ഒരുപാട് അമലുകൾ ചെയ്ത് ഒരുപാട് വർഷം നമ്മൾ ജീവിച്ച് അതൊക്കെ പുണ്യകരം തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഉപദ്രവിക്കാതെ മാനുഷികമായിട്ടുള്ള യാതൊരുവിധ പകപോക്കലുകളും ഇല്ലാതെ ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ, സഹാബാക്കളുടെ ചരിത്രങ്ങൾ ഒന്നൊന്നായി നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്യേണ്ടത് ഇവിടെയാണ്. നമ്മുടെ ഖബറിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു നോക്കണം, അവർക്ക് തിരിച്ചു വരാൻ, അവർക്ക് മടങ്ങി വരാൻ കഴിയുമെങ്കിൽ അവർ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മോശമായ പ്രവൃത്തി അവർ ചെയ്യില്ല. കാരണം എന്താണ്? അവർ അനുഭവിക്കുകയാണ് ഇപ്പോ. ആ സമയത്തുള്ള വിലാപങ്ങൾ ഒന്നും ഫലപ്രദമാകുന്ന അല്ലെങ്കിൽ ഫലം ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് അവിടത്തെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നമുക്ക് ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ കഴിയണം. ആ ഒരു ബോധമായിരുന്നു മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്വഹാബിയാണ്. അദ്ദേഹം രോഗിയായി കഠിനമായ രോഗത്തിനിരയായി കിടക്കുമ്പോ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടിട്ട് പൊന്നുമോന് സഹിക്കാൻ പറ്റിയില്ല. സഹാബാക്കള് പലരും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ രോഗസന്ദർശനം നടത്താൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അവരുടെ മുഖത്ത് നോക്കാതെ അദ്ദേഹം കിടക്കുന്ന കിടക്കയിൽ ആ ചുമരിനോട് മുഖം തിരിച്ചിട്ട് പൊട്ടിക്കരയുന്ന പിതാവിനോട് മകൻ ചോദിക്കുകയാണ്, വാപ്പാ, നിങ്ങൾ സ്വഹാബിയല്ലേ, നിങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് സംതൃപ്തനാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊന്നുമോനെ, നീ മനസ്സിലാക്കിയത് പോലെയല്ല. ഈ വാപ്പാടെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു പൊന്നുമോനെ. ജീവിതത്തിൽ ഈ വാപ്പ 3 ഘട്ടങ്ങളിലൂടെയാണ് സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. ഒന്നാമത്തെ ഘട്ടം, ഈ വാപ്പ വിശ്വാസിയായിരുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അഷ്റഫുൽ ഖൽഖിനെ അംഗീകരിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അന്ന് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ നരകം ഉറപ്പാകുമായിരുന്നല്ലോ. പിന്നീട് വാപ്പാക്ക് ഹിദായത്ത് അല്ലാഹു തന്നു. വാപ്പ മുസ്ലിമായി, അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട അനുചരനായി, അവിടുത്തെ ബൈഅത്തിൽ പങ്കാളിയായി ഞാൻ റസൂലുള്ളാഹിനെ ബൈഅത്ത് ചെയ്യാൻ
ചെയ്യുകയാ. അന്ന് ഞാൻ മരിച്ചില്ല മോനെ, അന്ന് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്റെ റസൂൽ എനിക്ക് മയ്യത്ത് നമസ്കരിക്കുമായിരുന്നല്ലോ. ആളുകളെ പറയുമല്ലോ അംർ ഇബ്നുൽ ആസ് വിജയിച്ചു എന്ന്, അംർ ഇബ്നുൽ ആസ് വിജയിച്ചു എന്ന് ആളുകൾ ഉറക്കെ പറയുമായിരുന്നല്ലോ. നമ്മൾ മരിക്കുമ്പോ ജനങ്ങളും നല്ലത് പറയണ സഹോദര, എനിക്കെന്റെ റബ്ബറിഞ്ഞാ മതി, ഒരു മഖ്ലൂഖും അറിയണ്ട എന്ന് പറയുന്നിടത്തല്ല ഞാൻ നല്ലവനാണോ റസൂല്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാനല്ല പറയേണ്ടത്, നിന്റെ വീടിന്റെ ചാരത്തുള്ള അയൽക്കാരൻ പറയണം നീ നല്ലവനാണോ ചീത്തയാണോ എന്ന്. അവന് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നീ നല്ലവന് തന്നെയാണ്, അവന് നീ മോശപ്പെട്ടവനെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയാൽ നീ മോശപ്പെട്ടവനാണ്. സഹോദരങ്ങളെ, നമ്മൾ മരിക്കുമ്പോ ആളുകൾ നല്ലത് പറയാനുണ്ടാകണം. വാപ്പ പൊന്നുമോനെ റസൂലുള്ളാഹിന്റെ കാലത്ത് മരിച്ചിരുന്നെങ്കിൽ ആളുകൾ പറയുമായിരുന്നു അംർ ഇബ്നുൽ ആസ് വിജയിച്ചവനാണ്, അവന് സന്തോഷത്തോടെ മടങ്ങിപ്പോയവനാണെന്ന് പറയുമായിരുന്നല്ലോ. അന്ന് വാപ്പ മരിച്ചില്ല മോനെ. പിന്നീട് വാപ്പ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെത്തി. വാപ്പ പിന്നെ ഭരണാധികാരിയായി, ഗവർണറായി, പല പല ഘട്ടങ്ങളിലൂടെ പല പല മേഖലകളിലൂടെ വാപ്പ പിന്നിട്ടോ. ആ പിന്നിട്ട അവസ്ഥയിൽ വാപ്പ ഇന്ന് രോഗബാധിതനായി കിടക്കുകയാ. എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ എനിക്കറിയില്ലല്ലോ മോനെ. മരിക്കുന്ന സമയത്ത് എനിക്ക് കെലിമ പറയാ കഴിയുമോ അറിയില്ലല്ലോ പൊന്നുമോനെ. സഹോദരങ്ങളെ, ആ സമയത്തെങ്കിലും നമുക്കൊന്ന് തിരിച്ചറിവുണ്ടായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ സുന്ദരമായ മുഖദാവിലേക്ക് നോക്കിയിരുന്ന്, അവിടുത്തെ ചെഞ്ചുണ്ടുകളിലേക്ക് നോക്കിയിരുന്ന് അറിവുകൾ ശേഖരിച്ച പ്രിയപ്പെട്ട സഖാവാ, പ്രിയപ്പെട്ട അനുചരനാണ്, പ്രിയപ്പെട്ട സ്വദീർഥ്യനാണ്. ആ പ്രവാചകന്റെ അനുയായി പോലും മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് തന്റെ ഭൗതിക ജീവിതത്തിന്റെ ഗതകാല ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ ആ ഒരു ചിന്ത എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യത്തെ വിലാപം പടച്ചവനെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നല്ലോ. കഴിയില്ല പൊന്നുമോനെ, കഴിയില്ല പ്രിയപ്പെട്ടവരെ, കഴിയില്ല. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വിലാപം ആരംഭിക്കുകയാ. അതേത് സമയത്താണെന്നറിയോ സഹോദരങ്ങളെ? രണ്ടാമത്തെ വിലാപത്തെ വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൻ നബയിലൂടെയാ. അതേത് സമയത്താണെന്നറിയോ? ഓരോരുത്തരും ഒന്നാമത് നിലവിളിക്കുകയാണ്, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് വരേണ്ടതായിരുന്നല്ലോ, കഴിഞ്ഞില്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിച്ചതിന് ശേഷം അതാ രണ്ടാമത്തെ നിലവിളി വരികയാണ്. എന്താ രണ്ടാമത്തെ നിലവിളി എന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹു ഖിയാമത്ത് നാളിൽ എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയാ. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ മാത്രമല്ല, സസ്യലതാദികളെ, പക്ഷിപറവാദികളെ എല്ലാത്തിനെയും അല്ലാഹു അവിടെ ഹാജരാക്കുകയാണ്. ഒന്നുപോലും ജീവജാലങ്ങളിൽ പെടുന്ന ഒന്നുപോലും അവിടെ വരാതിരിക്കില്ല. എല്ലാ ജീവജാലങ്ങളെയും, ഉറുമ്പിൻ കൂട്ടങ്ങളെയും, പറന്നുയരുന്ന പറവക്കൂട്ടങ്ങളെയും, ഹിംസ്ര ജന്തുക്കളെയും എല്ലാം അല്ലാഹു അവന്റെ കോടതിയിൽ ഹാജരാക്കുകയാ. അവിടെ മലായിക്കത്തുകളുണ്ട്, അവിടെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്. അല്ലാഹുവിന്റെ മുഴുവൻ അടിമകളെയും അല്ലാഹു അവിടെ ഹാജരാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രതികാര നടപടി ആരംഭിക്കുകയാ. സഹോദരങ്ങളെ, ഒരു ആട് മറ്റൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തുകൊണ്ട ആടിനെ കൊണ്ട് കുത്തിയ ആടിനെ തിരിച്ചു കുത്തിപ്പിക്കുകയാണ് അല്ലാഹു. ഒരു പശു മറ്റൊരു പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തുകൊണ്ട പശുവിനെ കൊണ്ട് കുത്തിയ പശുവിനെ തിരിച്ചു കുത്തിപ്പിക്കുന്ന പ്രവിശാലമായ പടച്ചവന്റെ നീതിയുടെ കോടതി. ആ കോടതിയിൽ വെച്ച് ഖിസാസിന്റെ നടപടികളെല്ലാം അവസാനിക്കുകയാ. ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും എന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടോ, അവന്റെ സൽക്കർമ്മങ്ങളെല്ലാം എടുത്ത് എനിക്ക് തന്നിട്ട് അവസാനം എന്നെ കുറ്റം പറഞ്ഞവന് അവന് തരാൻ അമലുകളില്ലാതെ വന്ന എന്റെ തിന്മകളെല്ലാം എടുത്ത് അവന്റെ മേൽ ചാർത്തി കൊടുക്കും അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ആശങ്കയോടെ സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വികുലരായി നിൽക്കുന്ന സമയത്ത് അല്ലാഹു അവന്റെ അംലാക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് മൃഗങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ മൃഗങ്ങളോട് പറയുന്നതെന്നറിയോ? മൃഗങ്ങളോട് കൽപ്പനകളൊന്നുമില്ലല്ലോ. മൃഗങ്ങളോട് പ്രത്യേകിച്ച് അല്ലാഹു കൽപ്പനകളൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് നമസ്കാരമില്ല, കാളയ്ക്ക് ഔറത്ത് മറയ്ക്കണ്ട, പശുവിന് ഔറത്ത് മറയ്ക്കണ്ട, എരുമയ്ക്ക് നിസ്കാരമില്ല, അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് നോമ്പ് പിടിക്കണ്ട, അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ഒന്നും വേണ്ടല്ലോ. ഈ മൃഗങ്ങളോട് അല്ലാഹു കൽപ്പിച്ച ഒരേ ഒരു കൽപ്പന യജമാനനായ മനുഷ്യനെ അംഗീകരിക്കണമെന്നുള്ളതാ. മനുഷ്യന് വേണ്ടിയാണ് മൃഗങ്ങളെ പടച്ചത്, മനുഷ്യന് വേണ്ടിയാണ് മൃഗങ്ങളെ പടച്ചത്.
പശുവിനെ പടച്ചതും മനുഷ്യന് വേണ്ടിയാണ്, കാളയെ പടച്ചതും മനുഷ്യന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, തലതിരിഞ്ഞ കാലത്ത് പശുവിന് വേണ്ടി മനുഷ്യൻ തല്ലിക്കൊല്ലപ്പെടുമ്പോ എല്ലാം മനുഷ്യന് വേണ്ടിയാണ് കാളയെ പടച്ചത്, മനുഷ്യന് വേണ്ടിയാണ് പശുവിനെ പടച്ചത്, മനുഷ്യന് വേണ്ടിയാണ് പന്നിയെയും നായയെയും അല്ലാഹു പടച്ചത്. സഹോദരങ്ങളെ, ഈ മനുഷ്യനെ അല്ലാഹു തആല ഉപകാരത്തിന് വേണ്ടി ഇവകളെ സൃഷ്ടിക്കുമ്പോ അവരുടെ ഖിസാസ് കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. അവറ്റകളോട് പറയുന്ന വാക്കേതെന്നറിയോ? കൂനൂ തുറാബാ, നിങ്ങൾ മണ്ണായി മാറിക്കൊള്ളുക. അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് മൃഗങ്ങളും പക്ഷികളും പറവകളും ഇഴജന്തുക്കളല്ല, കേവലം പച്ച മണ്ണായി രൂപാന്തരപ്പെടുകയാണ്. മണ്ണായി മാറ്റപ്പെടുന്ന സമയത്ത് സഹോദരങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ വിലാപം വരികയാ. ഇത് ഖുർആനിലെ 5 വിലാപങ്ങളെ പറ്റിയാ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വിലാപം ആ സമയത്താണ് ഞാനും നിങ്ങളും വിലപിക്കുന്നത്. സൂറത്തുൻ നബ അമ്മ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ ഓതി നോക്ക്. അല്ലാഹ് പറയുകയാണ്, യൗമ യൽറുൽ മർഉ മാ ഖദ്ദമത് യദാ. ഓരോരുത്തരും നാളെ അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ തൊട്ടു മുമ്പിലെ ഒന്നാമത്തെ വിലാപത്തിൽ എന്തെങ്കിലും ചെയ്യണമായിരുന്നെന്ന് കൊതിച്ചല്ലോ. ആ വിലാപത്തിന് ശേഷം രണ്ടാമത്തെ വിലാപത്തിൽ കയ്യിലൊന്നുമില്ല തമ്പുരാനെ, ഒരു അമലും എന്റെ കയ്യിലില്ല. ആളുകളെ ഫസാദ് പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, ഏഷണി പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു, അപവാദം പറഞ്ഞു, ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിച്ചു ഇടങ്ങേറാക്കി കിട്ടാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ കയ്യിലെ അമലുകൾ ഒന്നുമില്ല. ധാരാളം തിന്മകളുടെ കൂമ്പാര, സമുദ്രത്തിന്റെ സാഗരത്തിന്റെ നുരകൾ പോലെ, തിരമാലകളുടെ പതകൾ പോലെ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ കർമ്മപുസ്തകത്തിൽ ജീവിതത്തിന്റെ തിന്മകളുടെ കൂമ്പാരമായി നിൽക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന വാക്കേത് അല്ലാഹു പറയുകയാണ്. അവര് പറയുന്നു, വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. അല്ലാഹുവേ, നായ്ക്കളൊക്കെ പോലെ, ശ്വാനനെ പോലെ, ഈ കഴുതകളെ പോലെ, കുതിരകളെ പോലെ, ഒട്ടകത്തെ പോലെ ഞാനും മണ്ണായിരുന്നെങ്കിലല്ലാ, ഞാനും മണ്ണായിരുന്നെങ്കിലല്ലാ. ഇതെപ്പോഴാ സഹോദരങ്ങളെ? രണ്ടാമത്തെ വിലാപമാണ് കിട്ടോ. ആ സമയത്ത് മനുഷ്യൻ പറയുന്നു, പടച്ചവനെ, ഞാനും മണ്ണായി മാറിയിരുന്നെങ്കിലൊന്ന്. ആരെ നോക്കിയിട്ടാണ്? ഇവിടെ നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു പ്രത്യേക ഷെഡ് കെട്ടിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആട്ടിൻപറ്റങ്ങളിലേക്ക് നോക്കിയിട്ട്, തൊഴുപ്പിൽ കെട്ടിയിരുന്ന പശുവിലേക്ക് നോക്കിയിട്ട്, ഏതോ ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന കോഴിക്കൂട്ടങ്ങളിലേക്ക് നോക്കിയിട്ട്, വീടിന്റെ മുകളിലൂടെ പറന്നു നടക്കുന്ന പറവകളിലേക്ക് നോക്കിയിട്ട്, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിളിച്ചു പറയുകയാണ്, യഖൂലു യാ ലൈതനീ കുന്തു തുറാബാ. പടച്ചവനെ, ഞാനും മണ്ണായി പോയിരുന്നെങ്കിലെന്ന്, ഞാനും മണ്ണ് പോലെ, ഈ മൃഗങ്ങളെ പോലെ മണ്ണായിട്ട് ഞാനും മാറിയിരുന്നെങ്കിലെന്ന് സഹോദരങ്ങളെ അവിടെ വെച്ച് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര, മൃഗങ്ങളോട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? നിങ്ങളോട് ഞാൻ കൽപ്പിച്ചത് ഈ മനുഷ്യരെ അംഗീകരിക്കാനാ. ഏത് പശുവാണ് വലിയ പാത്രവുമാകട്ടെ നേരം വെളുക്കുമ്പോ സുപ്രഭാതത്തിൽ കറക്കാൻ വേണ്ടിയിട്ട് കറവക്കാരൻ വരുമ്പോ ഏത് പശു അനുസരിക്കാതെ മാറി നിന്നത്? ഏതാടാ നിങ്ങൾ വിളിച്ച ഭാഗത്തേക്ക് വരാതിരുന്നത്? ഏത് കോഴിയാണ്, ഏത് കോഴിയാണ് സന്ധ്യാസമയത്ത് നിങ്ങളൊരുക്കിയ കൂട്ടിനകത്ത് കയറാതിരുന്നത്? നേരം വെളുത്ത് തുറക്കുമ്പോ പറന്നുയരുന്ന കിളികളുണ്ടല്ലോ, ആ കിളികളെ വൈകുന്നേരമാകുമ്പോ നിങ്ങൾ തയ്യാറാക്കി വെച്ച കൂട്ടിനകത്തേക്ക് പറന്നു വരുന്ന ആ പറവകളെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? എത്ര അനുസരണയാ, എത്ര അനുസരണയാണ്. പക്ഷെ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കാതെ വരുമ്പോ കേവലം നായ്ക്കളെ പോലെ, കേവലം നായ്ക്കളെ പോലെ ഞങ്ങളും മണ്ണായി മാറിയെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന പടച്ചവന്റെ കോടതിയിലെ രണ്ടാമത്തെ വിലാപമുണ്ടല്ലോ. നമ്മൾ കരുതും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ അങ്ങനെ ആകുമെന്ന്. അല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നിഴലായി നടന്ന സഹാബിയാണല്ലോ. അവിടെ നിന്ന് പറയുകയാണ്, മണ്ണാ സമയത്ത് വിളിച്ചു പറയുമത്രേ, പച്ചമണ്ണ് വിളിച്ചു പറയുമത്രേ, ലാ 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 യഖൂലു തുറാബു ലാ വലാ കറാമത ലക മിൻ ജഅലിക മിസ്ലി. എടോ, എന്നെ പോലെ ആകാനുള്ള യോഗ്യത പോലും നിനക്കില്ലടോ എന്ന് മനുഷ്യനോട് പറയുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മണ്ണ് പറയുമെന്ന്. ഏതു മണ്ണ്? നായ്ക്കൾ മണ്ണായി രൂപാന്തരപ്പെട്ടപ്പോ
നിങ്ങൾ മണ്ണായി പോകൂ എന്ന് പറയാൻ മൃഗങ്ങളെ അള്ളാഹു തന്നത് നമുക്ക് ആവശ്യത്തിനാണ്. ഈ ലോകത്തുള്ള സർവ്വതും മനുഷ്യന് വേണ്ടിയിട്ടാ. പള്ളി അള്ളാഹ്ക്കല്ല, ആർക്കാ? മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടിയിട്ടാണ് പള്ളി. മനുഷ്യന് സൗകര്യത്തിനാണ് അള്ളാഹു തആല പള്ളി കൊടുത്തത്. അല്ലാതെ അള്ളാഹ്ക്ക് പള്ളിയുടെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഹറമിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ബനാത്തിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് ഹിഫ്ള് കോളേജിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് അറബിക് കോളേജിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹ്ക്ക് റൗള ഷരീഫിന്റെ ആവശ്യമുണ്ടോ? ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം പിന്നെ അള്ളാഹ് എന്താ ചെയ്തേ? ഇതെല്ലാം പൂട്ടിയില്ലേ? ഇതെല്ലാം പൂട്ടിയപ്പോ എന്താ സംഭവിച്ചത്? മനുഷ്യർക്ക് നഷ്ടങ്ങൾ ഉണ്ടായി. അള്ളാഹ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അള്ളാഹ് അന്നത്തെ പ്രൗഢിയിലും അന്നത്തെ അതേ ഗാംഭീര്യത്തിലും അന്നത്തെ അതേ ജലാലിയത്തിലും ജമാലിയത്തിലും ഇസ്സത്തിലും അളമത്തിലും കിബ്രിയായിലും തന്നെയാണ് അള്ളാഹു. ഒരു മാറ്റവും പടച്ചവനുണ്ടായില്ല. ഇതൊക്കെ മനുഷ്യന് അള്ളാഹു തന്നത്. ലോകത്തുള്ള സർവ്വതും അള്ളാഹു മനുഷ്യന് വേണ്ടി കൊടുത്തതാ. എന്താ അള്ളാഹ് പറഞ്ഞത്? ഖലഖതുൽ അശ്യാ ലി അജലിക്, എല്ലാം നിനക്ക് വേണ്ടിയാടാ. വഖലഖതുക ലി അജലി, മനുഷ്യനോട് അള്ളാഹ് പറഞ്ഞു ലോകത്തുള്ളതെല്ലാം നിനക്ക് വേണ്ടിയാ, നീ എനിക്ക് വേണ്ടിയിട്ടാ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഒരൊറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ, അത് മനുഷ്യർ മാത്രം. മലായിക്കത്തുകൾ അള്ളാഹ്ക്കാണോ? അല്ല, മനുഷ്യർക്കാ. മലായിക്കത്തുകൾ അള്ളാഹ്ക്കല്ല, മനുഷ്യർക്കാ. മലായിക്കത്തിന്റെ ഡ്യൂട്ടി എന്താ? ഹഫളത്തിന്റെ മാലാകമാര്. എന്റെ അർത്ഥം എന്താ? നമ്മളൊരാപത്തിൽ പെട്ടുപോകാതെ നമ്മളെ സൂക്ഷിക്കുന്ന മലക്കുകൾ, നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്ന കാത്തിബുൽ ഹസനാത്തും കാത്തിബുൽ സയ്യിആത്തും, അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ശിമാൽ, നമ്മളോട് ഇന്റർവ്യൂ നടത്തുന്ന മുങ്കർ നക്കീർ, നമ്മളെ പറ്റി ചോദിക്കുന്ന റഖീബ് അതീദ്, നമുക്ക് വേണ്ടിയിട്ട് മഴയും വെയിലും കാറ്റും കോളും വെള്ളവും തീയും ഒക്കെ ആവശ്യത്തിന് എത്തിച്ചു തരാൻ മീകായീല്, അവസാനം നമുക്ക് നശിപ്പിച്ച് നാമാവശേഷമാക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും സൂർ എന്ന നശീകരണായുധത്തിന്റെ കൊമ്പിലൂതുന്നത് ഇസ്രാഫീല്. അള്ളാനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് പോണമല്ലോ. മരണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അസ്രായേൽ, നമുക്കറിയാലോ. ഇന്നിപ്പോ എന്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ ഇവിടെ ഉണ്ടാവും ഒരു പക്ഷേ, മകൻ PG വിദ്യാർത്ഥിയാണ്, സാറിന്നില്ലേ, വയനാട്ടിൽ വെച്ച് മരണപ്പെട്ടു ആക്സിഡന്റിൽ. ഉമ്മ ഇവിടെ മരണപ്പെട്ടു. നമ്മുടെ വീടുകളിൽ നാടുകളിലൊക്കെ ചെറിയ മക്കളെ, ചെറിയ പ്രായത്തിൽ കുഞ്ഞു മക്കൾ മരണപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത്രയും കരുണയില്ലാത്തൊരു മലക്ക്. അതല്ല, നമ്മളെ വാപ്പ മരിക്കാൻ നേരത്ത് നമ്മൾ വിലപിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ ഇന്നലെ പൂവച്ചലിൽ പ്രസംഗിക്കുമ്പോ ഈ വിഷയം ഞാൻ അവിടെ ഉണർത്തിയിരുന്നു. നമ്മളും മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ വേദിയിൽ വെച്ച് ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ എനിക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമേതാ? അടുത്ത സെക്കൻഡിൽ എനിക്ക് അഷ്റഫുൽ ഖൽക്കിനെ കാണാം, എനിക്ക് അബൂബക്കർ സിദ്ദീഖിനെ കാണാം റളിയല്ലാഹു അൻഹു, എനിക്ക് മഹാരഥന്മാരായ എന്റെ അയിമ്മത്തുകളെ കാണാം, ഖുലഫാ റാഷിദീങ്ങളെ കാണാം, ബദരീങ്ങളെ കാണാം. ഇന്നലെ വരെ ബദരീങ്ങളെ പറ്റി പ്രസംഗിച്ച എനിക്ക്, ഇന്നലെ വരെ സഹാബാക്കളെ പറ്റി പ്രസംഗിച്ച എനിക്ക്, ഞാൻ ഇവരെ പറ്റിയാണല്ലോ പ്രസംഗിച്ചത് എന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റും. ആ മറയൊന്ന് മാറണം, അതിനാണ് മരണം. അതുകൊണ്ട് മരണം ഒരിക്കലും ക്രൂരതയുടെ പര്യായമാണ് എന്ന് ആരും ചിന്തിക്കണ്ട. മരിച്ചാലേ അള്ളാനെ കാണാൻ പറ്റൂ. നമ്മൾ കൊടുത്ത സദക്കയ്ക്ക്, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്, നമ്മൾ കേട്ട ആളുകളുടെ ഭാഗത്ത് നമ്മൾ കേട്ട തെറ്റിദ്ധാരണ മൂലം നമ്മൾ കേട്ട അധിക്ഷേപങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും വാക്കുകൾക്ക്, നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക്, നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന്, പിടിച്ച നോമ്പുകൾക്കൊക്കെയുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ എപ്പോ വേണ? മരിക്കണം. ആ മരണപ്പെട്ട സമയം മുതൽ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പൊ മരണം എന്ന് പറയുന്നത് വലിയ ഒരു മുസീബത്താണ്. മുസീബത്ത് തന്നെയാണ്. ഖുർആനിൽ മുസീബത്ത് എന്നാ പറഞ്ഞത്. പക്ഷേ അതൊരു മുസീബത്ത് ആകുന്നത് ജീവിച്ചിരിക്കുന്നവരിലേക്ക് തട്ടിച്ചു നോക്കുമ്പോഴാണ്. ഭർത്താവ് മരിച്ചുപോയി, അയാൾക്ക് എന്താ നഷ്ടപ്പെടാൻ? നമ്മൾ ഏത് കാര്യം ഓർത്തിട്ടാ കരയുന്നത്? നിങ്ങൾ പറയും, ഒന്ന് ചിന്തിച്ചേ. നിങ്ങൾ വീട്ടിൽ നമ്മുടെ പാച്ചറയിൽ ഒരു മരണം നടന്നു, ഒരു കല്യാണം കഴിഞ്ഞു, ഒരു പുതിയ ആപ്പിള മരിച്ചു, നല്ലവനായിരുന്നു. ആരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്നത്? ആരെ? പുതിയ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ടാ. കാരണം എന്താ? അള്ളാഹുവെ, കല്യാണം അവൻ എന്തെങ്കിലും സംഭവിച്ചോ? അവൻ അടുത്ത നിമിഷം മുതൽ അവൻ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളുടെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കാൻ, അവൻ മുസീബത്തിന്റെ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ റൗള് റിയാദിലേക്ക് മാറിയിരിക്കാൻ, അവന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളിലേക്ക് അവൻ നീങ്ങിയിരിക്കാൻ.
അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ നേരത്ത് ഭാര്യ വന്നിട്ട് നിലവിളിച്ചു, വാ ഹുസ്നാന്ന് നിലവിളിച്ചു. എന്റെ ദുഃഖമേ സഹിക്കാൻ പറ്റുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, വാ തൊർബാ, എന്റെ സന്തോഷമേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭാര്യ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? അതെ, ഗദൻ അൽഖാ മുഹമ്മദ, അടുത്ത നിമിഷം എനിക്ക് റസൂലുള്ളാഹിനെ കാണാം. ഞാൻ മരിച്ചാൽ നിനക്ക് കാണാൻ പറ്റൂലല്ലോ. അപ്പൊ എനിക്ക് സന്തോഷിക്കേണ്ട വേളയല്ലേ മോളെ. അവരടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഭൂമി ലോകത്ത് വെച്ച് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന അമലുകൾ നമുക്ക് നാളെ പരലോകത്ത് വിലപിക്കാതിരിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹമായി അള്ളാഹു തരും. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തുള്ള സർവ്വതും മനുഷ്യന് വേണ്ടി അള്ളാഹു തന്നതാണ്. ഈ മനുഷ്യനെ അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ, അള്ളാഹുവിനെ അനുസരിക്കാത്ത മനുഷ്യന് പരലോകത്ത് വരുമ്പോൾ മൃഗങ്ങളോടെല്ലാം മണ്ണായി മാറാനുള്ള കൽപ്പന വരുന്ന സമയത്ത് ആ മനുഷ്യനെ വിലപിക്കുകയാണ്. യൗമ യൽറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറബാ. പടച്ചവനെ, ഞാനും മണ്ണായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോവുകയാ. എന്താ കാര്യമെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ മണ്ണായി പോയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? 3 കാരണങ്ങളുടെ പേരിലാണ് ചിന്തിക്കുന്നത്. ഒന്ന്, അല്ലാഹുവേ, ഞാനും മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിൽ, അഥവാ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ ശരീരം പച്ചമണ്ണാണല്ലോ, ഈ കാണുന്ന ശരീരം പച്ചമണ്ണാണല്ലോ. കൊട്ടിയാലെ ശബ്ദം കേൾക്കുന്ന നിലയിൽ പച്ചവെള്ളവും പച്ചമണ്ണും കൂട്ടിക്കലർത്തിയിട്ടാണല്ലോ മനുഷ്യനെ അല്ലാഹു പടച്ചത്. അതേ മനുഷ്യന് പച്ചമണ്ണിന്റെ സന്തതി തന്നെയാണ്. ഞാൻ എന്റെ ഉമ്മ പ്രസവിക്കാത്ത ഒരു കുട്ടിയായി, എന്റെ വാപ്പയുടെ എന്റെ ഉമ്മയുടെ തണലിൽ വളരാത്ത ഒരു അവസ്ഥയിൽ, ഞാൻ പ്രസവിക്കപ്പെടാത്ത അവസ്ഥയിൽ തന്നെ മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആ മനുഷ്യ ചിന്തിക്കുന്നതാകാ. അല്ലെങ്കിൽ ആ മൃഗങ്ങളെ പോലെ മണ്ണിലേക്ക് അങ്ങ് മടങ്ങിയിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുക. അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, ഖബറിനകത്ത് കൊണ്ടുവച്ച് ജീർണിക്കുന്ന അവസ്ഥ വരുമല്ലോ. നമ്മുടെ ശരീരം മുഴുവനും മണ്ണ് തിന്നുന്ന, ചെതല് തിന്നുന്ന സാഹചര്യം വരുമല്ലോ. എവിടെ നിന്റെ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ദിവസങ്ങൾ? എവിടെ നിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം? എവിടെ പൊന്നുമോനെ? സൗന്ദര്യം എവിടെയാണ്? എല്ലാ പച്ചമണ്ണോട് ചേർന്ന് പോവുകയാണ്. ആ പച്ചമണ്ണോട് ചേർന്ന് പോകുമ്പോ ആ മണ്ണിൽ തന്നെ ഞാനങ്ങ് അലിഞ്ഞു ചേർന്നിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകുന്ന വിലാപമാ സഹോദരങ്ങളെ. ഇവിടെ വെച്ചാണത് തീരുമാനിക്കേണ്ടത്, ഇവിടെ വെച്ചാ നമ്മളത് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചവരാ നമ്മുടെ മുൻഗാമികൾ. നിങ്ങൾക്കറിയുമല്ലോ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ആരാ? നമുക്കറിയുമല്ലോ, ഖുലഫാഉർ റാഷിദീങ്ങൾ ആദ്യത്തെ ആളാ. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ ആളാ. സ്വർഗ്ഗത്തിൽ ആദ്യമായി റസൂലുള്ളാഹിന്റെ പിന്നാലെ കടന്നു പോകുന്ന ആളാ. റസൂൽ എന്ന കാകളത്തിൽ ഊതുമ്പോ എങ്ങനെയാണ് മനുഷ്യർ എഴുന്നേക്കുന്നതെന്നറിയോ സഹോദരങ്ങളെ? ആദ്യമായി വിളിക്ക് ഉത്തരം നൽകുന്നതാരാ? ഖുബ്ബത്തുൽ ഖലറായിന്റെ ചുവട്ടിൽ കിടക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളാ ശരീഫിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അടുത്ത് കിടക്കുന്ന സിദ്ദീഖുൽ അക്ബറിനെയാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. 3 പേര് തൊട്ടപ്പുറത്തുള്ള ജന്നത്തുൽ ബഖീൽ ചെന്നിട്ട് അവരെ വിളിക്കുകയാ. അവിടെ നിന്ന് 485 കിലോമീറ്റർ പുറത്തുള്ള മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ വന്ന് അവരെ വിളിക്കുകയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ കോട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പള്ളിച്ച വീട്ടുകരയിലെ ഖബർസ്ഥാനിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാര്, അല്ല നിങ്ങളും നിങ്ങളുടെ സന്താന പരമ്പരകൾ, നിങ്ങളുടെ പിൻഗാമികളെ മുഴുവന് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അതിനുശേഷമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനോടൊപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് ആദ്യമായി പ്രവേശിക്കുന്നത് സിദ്ദീഖുൽ അക്ബറ. എല്ലാറ്റിലും ഒന്നാമൻ സിദ്ദീഖ് തങ്ങളാണല്ലോ. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതം മാത്രമല്ല മുഴുവൻ സഹാബാക്കളുടെ ഈമാനും എടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഈമാൻ എടുത്തൊരു തുലാസിൽ വെക്കുക. സഹോദരങ്ങളെ, ഇമാമിയങ്ങൾ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ, ഇന്നലെ വരെ ജീവിച്ചു പോയ, മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ ഈമാൻ
ഈമാൻ എടുത്തിട്ട് ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ എടുത്ത് അമ്പിയാക്കളല്ലാത്ത എല്ലാവരുടെയും ഈമാൻ എടുത്ത് ഒരു തുലാസിൽ വെച്ചിട്ട് അടുത്ത തട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ എടുത്തു വെച്ച സുബ്ഹാനല്ലാഹ് ആ തട്ടിനാണ് ഭാരമുള്ളതെന്ന് പറഞ്ഞതാരാ? ഇന്നേ വരെ തമാശയ്ക്ക് പോലും ആ തരത്തിൽ നിന്ന് ഒരിക്കൽ പോലും അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വരാത്ത, കളവിന്റെ ഒരു അംശം പോലും പറയാത്ത, സത്വവാനങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചവന്റെ സന്ദേശമല്ലാതെ മിണ്ടിയിട്ടില്ലാത്ത മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ ഈമാനിന്റെ ഏറ്റവും വലിയ പ്രതീകമായ മഹാനായ സിദ്ദീഖ് തങ്ങളുണ്ടല്ലോ, ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു, എന്താണെന്നറിയോ? അല്ലാഹുവേ, ഞാൻ മരിക്കേണ്ടവനാണ്, ഞാൻ നാളെ പരലോകത്ത് വരേണ്ടവനാണ്. ആ ജീവിതത്തിൽ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്തു എന്ന് നാളെ വന്നിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഅമാലി കസീറുൻ സാദു തആതി ഖലീൽ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വാക്കിതാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭൂമിയിൽ വെച്ച് വിലപിക്കുകയാ. ഏത് സിദ്ദീഖാണ്? ഏതെങ്കിലും വൃക്ഷത്തിന്റെ ശിഖരത്തില്, ആ വൃക്ഷ ശിഖരത്തിൽ ഒരു പറവ ഇരിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ പറയുമായിരുന്നു, പടച്ചവനെ, ഞാൻ ആ പറവയായിരുന്നെങ്കിൽ. കല്ല് കാണുമ്പോ പറയും, യാ ലൈതനീ കുന്തു ഹജറാ. വൃക്ഷം കാണുമ്പോ പറയും, യാ ലൈതനീ കുന്തു ശജറാ. അവസാനം പറഞ്ഞ് അവസാനം പറയുന്നു, യാ ലൈതനീ ലം തലിദിനി ഉമ്മി. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ. ഇതാരായി പറയുന്നത്? പാച്ചറയിൽ ഏതെങ്കിലും ഒരു അബൂബക്കർ സിദ്ദീഖാണോ? ആരുടെ കഥയായി പറയുന്നത്? ചരിത്രം പറയലും കേൾക്കലും പറയിപ്പിക്കലും അല്ല. ചരിത്രങ്ങളെ പറയാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്, പറയിപ്പിക്കാനും ആളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാത്തിലും ഒന്നാമനായി, സ്വർഗത്തിന്റെ പാസ് ഭൂമിയിൽ വെച്ച് വാങ്ങിയ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിലപിക്കുന്നത് ഇവിടെയാണ്. കാരണം ആഖിറത്തിൽ പോയിട്ടുള്ള വിലാപം രക്ഷപ്പെടൂല. ഇവിടെ വെച്ച് വിലപിക്കുകയാണ്. കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സാദു തഅസു അഅമാലി കസീറുൻ സാദു തആതി ഖലീൽ. മഹാനവറുകൾ പറയുകയാണ്, കൈഫ ഹാലി യാ ഇലാഹി, എന്റെ പടച്ചവനെ, എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല അല്ലാ. കാരണം ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് നന്മകളൊന്നും പറയാൻ പറ്റുന്നതില്ല. സൗറുമലയുടെ മുകളിൽ 3.5 മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന സൗറുമലയുടെ മുകളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ നേരെ ചീറിയെടുക്കുന്ന പാമ്പിനെ തള്ളവിരലുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയ സിദ്ദീഖ്, പാമ്പ് കൊത്തുന്ന സമയത്ത് കണ്ണിൽ നിന്ന് അശ്രുപേമാരികൾ പെയ്തിറങ്ങിയ സിദ്ദീഖ് അവിടെ നിന്ന് പറയുകയാണ്, ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് ഒരു അമലുമില്ല. ഹിജ്ർ ഇസ്മായിലിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖിനെ ഒരു ധിക്കാരിയായ, അവിടത്തെ ഒരു തെമ്മാടിയായ കാഫിർ വന്നിട്ട് കഴുത്തിൽ കയറുകൊണ്ട് ഒരു തുണി കൊണ്ട് മുറുക്കയിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോ മിസ്വലയിലെ വീട്ടിൽ നിന്ന് ഓടി വരികയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, അതഖ്തുലൂന റജുലൻ യഖൂല റബ്ബിയല്ലാഹ്, സർവശക്തനായ അല്ലാഹുവാണ് തന്റെ റബ്ബെന്ന് പറഞ്ഞതിന്റെ പേരില്, ആ റബ്ബിനെ പരിചയപ്പെടുത്തിയതിന്റെ പേരിലാണോ നിങ്ങൾ കൊല്ലുന്നത്? ഓടി വന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന കയറ് പിടിച്ചു വലിച്ച് അഷ്റഫുൽ ഖൽഖിനെ രക്ഷപ്പെടുത്തി. ആ ഭാഗത്ത് കയറിന്റെ, ആ ഷോളിന്റെ ആ കാപ്പാട് പിൽക്കാലത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലുണ്ടായിരുന്നു. കാരണം അത്രയും നബിതങ്ങളെ കൊന്നുകളയുമെന്നുള്ള ഘട്ടമെത്തിയപ്പോൾ മിസ്ഫലയിൽ നിന്ന് ഓടി വന്നിട്ട് ആ അപകടത്തിന്റെ അക്രിയാത്മകമായ ഇടപെടൽ നടത്തിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ ലീ ഖൈറുൽ അമൽ, എന്റെ കയ്യിൽ അമലൊന്നുമില്ല. ആകെ വെള്ളിയാഴ്ച പള്ളിയിൽ പോരണ കാക്കായും പറയുന്നത് എന്താ, ഞാൻ രക്ഷപ്പെട്ടിട്ടേ നാട്ടിലുള്ള എല്ലാവരും പോകുള്ളൂ.
അങ്ങനെയാണല്ലോ സംഘടനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾ നരകത്തില, എവര് നരകത്തില, ഞങ്ങൾ മാത്രം സ്വർഗത്തില എന്ന് പറഞ്ഞിട്ടാ പറയുന്ന ഏട്ടാ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കാന്നാ തോന്നുന്നേ അല്ലേ? ആ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നരകത്തിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇപ്പൊ ആരപ്പ സ്വർഗത്തിൽ പോവുക? അതാപ്പോ സംശയം. ആരാണിപ്പോ സ്വർഗത്തിൽ പോവുക? ഒരു കൂട്ടർ അവരെ നരകത്തിലാക്കും, അവരെ നരകത്തിലാക്കും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് ആരും പഠിക്കുകയില്ല. വൈലുൽ ലിൽ മുതഅല്ലീന മിൻ ഉമ്മത്തി ഐ യഖൂലു ഫുലാനും ഫിൽ ജന്ന വ ഫുലാനും ഫിന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യവൻ നരകത്തിൽ, അവൻ സ്വർഗത്തിൽ, യവൻ നരകത്തിൽ എന്ന് പറയുന്നവൻ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാരും മനസ്സിലാക്കൂല, അതാരും പഠിപ്പിച്ചു കൊടുക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഒരിക്കൽ പള്ളിയിൽ കയറിയാൽ പിന്നെ പള്ളിയും പള്ളിയുടെ സർവ്വതും എന്റെ കയ്യിലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇത്രയും വലിയ പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ ലി ഖൈറുൽ അമൽ, എനിക്ക് അമലുകളൊന്നുമില്ല. അമലില്ലാന്ന് മാത്രമല്ല, എന്റെ കയ്യിൽ അമലില്ലാന്ന് മാത്രമല്ല, സൂഉ അഅമാലി കസീറുൻ സാദു തഅതി ഖലീൽ, എന്റെ മോശമായ പ്രവർത്തനങ്ങൾ കൂടുതലാണ്. എന്റെ കയ്യിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതലാണ്. സാദു തഅതി ഖലീൽ, അല്ലാഹുവിന് വഴിപ്പെട്ട് ഞാൻ നേടിയെടുത്ത പാതയം എന്റെ കയ്യിൽ കുറവാണ്. ഇത് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം എന്നറിയോ? ഇത് ഇത്രയും വായിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റോ അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ അമലുകളൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ മുഴുവൻ ഉണ്ടായിരുന്നത് പാവങ്ങളായിരുന്നു എന്നാർക്കെങ്കിലും വിലയിരുത്താൻ കഴിയോ? ഇല്ല. ഇത് വിനയത്തിന്റെ അടയാളമാണ്. ഇത് പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞതാണ്. ഏത് പാഠമാണ്? നാളെ പരലോകത്ത് നിന്നിട്ട് ഓരോരുത്തരും വിളിച്ചു പറയും, യാ ലൈതനി കുന്തു തുറാബാ, പടച്ചവനെ ഞാൻ മണ്ണായിരുന്നെങ്കിലെന്ന്. ഫലമില്ല പ്രിയപ്പെട്ടവരെ, ഫലം ചെയ്യില്ല. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശദീകരിക്കേണ്ടത് വരുമ്പോൾ മാത്രം വിശദീകരിക്കാം. 5 വിലാപങ്ങളിൽ 2 എണ്ണം കഴിഞ്ഞ് തർത്തീബായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, അവിടെ ചെന്ന് എല്ലാം കണ്ടുമുട്ടുമ്പോ അള്ളാഹയും കണ്ട്, അതുപോലെ തന്നെ മലായിക്കത്തുകളെയൊക്കെ കണ്ട് പരലോകത്തിന്റെ ഭീകരത മനസ്സിലാക്കിയപ്പോ നമ്മൾ പറയാ, പടച്ചോൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. എത്ര വഴല് കേട്ടതാ, എത്ര വഴലു വെച്ചതാ, എത്ര ജുമാ പ്രസംഗം സമീർ ഉസ്താദിന്റെത് കേട്ടതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രസംഗങ്ങൾ ഒന്നും കേട്ടിട്ട് നന്നാകാൻ എനിക്ക് പറ്റിയില്ല. നന്നാവൂല സഹോദരങ്ങളെ, നന്നാവൂല. അള്ളാഹു പറയുന്നവരെയും പറയിപ്പിച്ചവരെയും കേട്ടവരെയും ഒക്കെ നന്നാകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.